ഇതൊന്നും വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞപ്പോ അപ്പൊ നീ മാത്രം എടുത്താൽ എങ്ങനെയാന്ന് പറഞ്ഞപ്പോ എന്നാ ഞാനും അയച്ചിടാം, കോൺഗ്രസിന്റെ കൊടിയും വേണ്ടെന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക വേണ്ടെന്ന് വെക്കാൻ കോൺഗ്രസിന് അധികാരം. ത്രിവർണ്ണ പതാക വേണ്ടെന്ന് വെച്ചത് ത്രികോണ പതാകയെ ഭയന്നിട്ടാണ്. RSSന്റെ ത്രികോണ പതാകയെ ഭയന്നിട്ട് ത്രിവർണ്ണ പതാകയും പച്ചക്കൊടിയും, ത്രിവർണ്ണ പതാകയും പച്ചക്കൊടിയും കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയും 1946 ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തിയിട്ട് നാവിക കലാപത്തിൽ ഉയർത്തിയ 3 കൊടി ത്രിവർണ്ണ പതാക, പച്ചക്കൊടി, കമ്മ്യൂണിസ്റ്റുകാരുടെ ചെങ്കൊടി ആയിരുന്നു. ആ പച്ചക്കൊടി വേണ്ടെന്ന് വെക്കാൻ ഇത്രയും ഭയമുള്ള കോൺഗ്രസുകാരാണോ ഡൽഹിയിൽ പോയിട്ട് BJPയെ നേരിടാൻ പോന്ന്? സ്വന്തം കൊടി പോലും എടുക്കാൻ ഭയന്നവർ. മൂന്നാമത്തതൊരു അശ്ലീലമാണ്, തമാശയല്ല, അശ്ലീലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ശവകുടീരം, ആ ശവകുടീരത്തിനടുത്ത് ഒരു വീടുണ്ട്. ആ വീടിന്റെ പേര് മുരളി മന്ദിരം എന്നാണ്. ആ മുരളി മന്ദിരത്തിൽ കെ കരുണാകരന്റെ ശവകുടീരത്തിനടുത്ത് വെച്ചിട്ട് പത്മജ വേണുഗോപാൽ എന്ന കെ കരുണാകരന്റെ മകൾ കുറെ കോൺഗ്രസുകാർക്ക് BJPയിൽ അംഗത്വം കൊടുക്കുന്നു. ഇവിടെ കരുണാകരന്റെ ശവകുടീരത്തിന്റെ അടുത്തുനിന്ന്. കരുണാകരൻ, അപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചു പോയത്, ഈ ആത്മാവുണ്ടായിരുന്നുവെങ്കിൽ ആ അസ്ഥിമാട സ്തംഭിച്ചിട്ട് അത് പൊട്ടിച്ച് ആ ആത്മാവ് വന്നിട്ട് പത്മജന്റെ ഊരക്കൊരു ചവിട്ടിട്ട് കൊടുക്കുമായിരുന്നു. കരുണാകരന്റെ ആത്മാവുണ്ടായിരുന്നുവെങ്കിൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത്രയും അശ്ലീലമായ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിൽ MP ജയരാജനോ സുധാകരനോ ഒന്നുമല്ല മുമ്പിൽ വേണ്ടത്, ഇന്ത്യയാണ് വേണ്ടത്. ഇന്ത്യയുടെ ഭൂപടമല്ല, അവിടുത്തെ ജനതയാണ് വേണ്ടത്. അവരുടെ ഐക്യമാണ് വേണ്ടത്. ആ രാജ്യത്തിന്റെ പാരമ്പര്യമാണ് വേണ്ടത്. ആ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വമാണ് വേണ്ടത്. ഒന്ന്. രണ്ടാമത് നമ്മുടെ മുന്നിൽ വേണ്ടത് കേരളമാണ്. ഈ കേരളത്തിന് വേണ്ടിയല്ലേ ഇവർ ഡൽഹിയിൽ പോകുന്ന എന്തിനാ? കിടക്കാനാണോ? സുധാകരന്റെ ഭാഷയിൽ അവർ ഡൽഹിയിൽ പോകുന്നത് കേരളത്തിന് വേണ്ടിയാ. ഈ കേരളത്തിന് വേണ്ടി 18 ആളുകൾ എന്തെങ്കിലും കിളച്ചാണ് പോയിട്ട്. ഇത്ര 4-5 കൊല്ലമായിട്ട് കേരളത്തിന് വേണ്ടി ഒരക്ഷരം മിണ്ടാത്ത ഇവരാണോ പാർലമെന്റിൽ പോകേണ്ടത്? പുലിക്കെട്ട് കുട്ടികളെ പോലെ പാർലമെന്റിൽ പൊരുതിയ ഇടതുപക്ഷത്തിന്റെ MP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആജിഫ്, പിന്നീട് കേരള കോൺഗ്രസിന്റെ MPയും 2 പേർ മാത്രമേ ഉള്ളൂ. ആ 2 പേർ വാദിച്ച പ്രസംഗം നിങ്ങൾ 18 ആള് മിണ്ടുന്നതിന്റെ ഇരട്ടിയാണ് 2 പേർ മിണ്ടിയത്. രാജ്യസഭാ MPമാർ ജോൺ ബ്രിട്ടാസ്, ബിനോയ് വിശ്വം, ഇളവരം കരീം, P സന്തോഷ് കുമാർ എന്നിവരെല്ലാം ചേർന്നിട്ട് നടത്തിയ പോരാട്ടം പത്രമാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് പോകേണ്ടത് ആരായിരിക്കണം? കണ്ണൂരിൽ നിന്ന് പോകേണ്ടത് ഈ കണ്ണൂരിന് വേണ്ടി, കേരളത്തിന് വേണ്ടി വാദിക്കുന്ന MP ആയിരിക്കണം. അതുകൊണ്ട് സഖാവ് MP ജയരാജനെ ജയിപ്പിക്കേണ്ടത് ജയരാജന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആവശ്യമല്ല, അത് ഇന്ത്യയുടെ ആവശ്യമാണ്, അത് കേരളത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യം നിർവഹിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. നിങ്ങളുടെ വോട്ടുകൾ 12,763 കോടി രൂപ കൊടുത്തിട്ട് പാർലമെന്റ് മെമ്പറും പ്രധാനമന്ത്രിയുമാക്കിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചെയ്യണമോ, നിങ്ങളുടെ വോട്ടുകൾ നമുക്ക് വേണ്ടി ചെയ്യണമോ എന്ന് തീരുമാനിച്ച് സഖാവ് MP ജയരാജനെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ എല്ലാവരും ഇന്നും നാളെയും ഊഷ്മളമായി പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ കൊട്ടിക്കലാശത്തിലെത്തിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു.